ഹലോ ഗായ്സ്, എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്തിട്ടുള്ള സ്പാ സിനിമ കണ്ടു കഴിഞ്ഞു. സമൂഹം എന്ത് വിചാരിക്കും, മാന്യന്മാർ തെറ്റു പറയില്ലേ, ആമുഖമായിട്ട് ഈ ഒരു സെന്റൻസ് ഒക്കെ കാണിച്ചാണ് സിനിമ തുടങ്ങി വെച്ചിരിക്കുന്നത്. സമൂഹം മാന്യന്മാർ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഏകദേശം ധാരണ കിട്ടിയല്ലോ. കപട സദാചാരവുമായി ബന്ധപ്പെട്ട് കപട മാന്യതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംവിധായകൻ പറയാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ശ്രമങ്ങൾ എത്രത്തോളം ഓക്കെ ആയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അതിന് മുൻപായിട്ടൊരു കാര്യം എടുത്തു പറയാണ്. ഇത് തൽക്കാലം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തിയേറ്ററിനകത്ത് പോയി കാണാൻ പറ്റിയ സിനിമയല്ല. ഇനി 18 വയസ്സിന് കൂടുതൽ പ്രായമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ അച്ഛൻ, അമ്മ, മക്കൾ, ആ ഒരു ഫാമിലി സെറ്റപ്പിൽ ഈ സിനിമ കാണാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ചാൻസ് ഉള്ള പലതരം സീൻസും ഇതിനകത്ത് വരുന്നുണ്ട്, സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെ ഒരു ഫാമിലി സെറ്റപ്പിൽ ഈ സിനിമ പരമാവധി കാണാതിരിക്കാൻ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, ഒരു യൂണിസെക്സ് സ്പാ, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. അപ്പൊ ഒരു സ്പാ, അതിനകത്ത് കുറച്ച് ലേഡീസ്, സുന്ദരികളായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് കുറെ വരുന്ന ക്ലയൻസ് ആയിട്ട് വരുന്ന കുറെ പുരുഷന്മാർ, ഈ പുരുഷന്മാരുടെ കുറെ ഫാന്റസീസ്, സെക്ഷൽ ഫാന്റസീസ്. അപ്പൊ ഈ സ്പാ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇല്ലീഗൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, രഹസ്യാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ആ ഇടത്തേക്ക് മസാജ് എന്നുള്ള പേരിൽ കുറെ ഫാന്റസി ഒക്കെ ആയിട്ട് വരുന്ന കുറെ പുരുഷന്മാർ, ആ പുരുഷന്മാരുടെ ഫാന്റസീസ് നിറവേറ്റുന്ന സ്ത്രീകൾ, ഇങ്ങനെയാണ് കഥ പോകുന്നത്. കൊള്ളാവുന്നൊരു കഥയായിട്ട് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, തുടങ്ങിക്കഴിഞ്ഞ് ഒരു അരമണിക്കൂറായിട്ട് ഒരു മാറ്റൂല, ഒരൊറ്റ സ്ട്രക്ചറിലാണ് ഈ സംഭവം പോണത്. ഒരു മാറ്റം വരുന്നില്ല. ഞാനിങ്ങനെ നോക്കി നിൽക്കുക, എവിടെയാണ് കഥയിൽ ട്വിസ്റ്റ് വരുന്നത്, എന്തെങ്കിലും മാറ്റം വരണ്ടേ. പക്ഷെ ഇന്റർവൽ വരയ്ക്കും ഈ സംഭവം മാത്രം. കുറെ പുരുഷന്മാർ വരുന്നു, ഇവരെ മസാജ് ചെയ്യാൻ വേണ്ടി ഓരോ ലേഡീസ്. ആ ലേഡീസ് ഇവരുടെ കുറെ സെക്ഷൽ ഫാന്റസീസ് പുരുഷന്മാരുടെ. ഒരാൾക്ക് മറ്റേ സാരി ഉടുത്ത് പാദസരം കൊലുസൊക്കെ ഇട്ടുള്ള ഒരു ലേഡിയാണ് ആവശ്യമെങ്കിൽ അടുത്ത ആൾക്ക് തെറി വിളിക്കുന്ന ലേഡി ആവശ്യമാണ്. ഇങ്ങനെ ഓരോരോ ഫാന്റസി ആയിട്ടാണ് ഈ പുരുഷന്മാർ നിൽക്കുന്നത്. അപ്പൊ ആ ഫാന്റസീസ് നിറവേറ്റാൻ വേണ്ടി സ്ത്രീകൾ ഇങ്ങനെ പോകുന്നു. ഓരോ റൂമിൽ ഓരോ സ്ത്രീകൾ, അങ്ങനെ കഥ പോവാണ്. ഓരോ പുരുഷന്മാർ വരുന്നു. ഇതന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നരേറ്റീവ് പ്രോഗ്രഷൻ പോലും ഇതിനകത്ത് സംഭവിക്കാത്ത സ്ഥിതിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഒരു പരിധി കഴിഞ്ഞപ്പോൾ തോന്നുകയാണ്, ആക്ച്വലി ഇത് സംവിധായകന്റെ ഫാന്റസികളാണെന്ന്. കാരണം ഫാന്റസികൾ കാണിക്കാനായിട്ട് ഒരു സിനിമ. ഇനി ഇന്റർവൽ കഴിയട്ടെ, ഇന്റർവൽ കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഇതേ സാധനം തന്നെയാണ്, ഒരു മാറ്റം സംഭവിക്കുന്നില്ല. പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ ചെറിയ രീതിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ കാണിച്ച് കുറച്ച് പുരോഗമനമൊക്കെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തു. അതായത് ഡയറക്ടർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണിച്ച് വിപ്ലവാത്മകമായിട്ടുള്ള രീതിക്ക് കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും. കഥ പറയേണ്ട പോലെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും. അല്ലാണ്ട് ഒരു കഥയും ഇല്ലാണ്ട് ഇതേ സാധനം ഓരോ കഥാപാത്രങ്ങൾ, കുറെ ആണുങ്ങളുടെ ഫാന്റസി കാണിക്കാനായിട്ട് സിനിമ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും സംഭവിക്കില്ല. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സിനിമ എടുക്കുന്നേക്കാളും ഏറ്റവും നല്ല കാര്യം ഒരു പോൺ കമ്പൈലേഷൻ കൊണ്ടുപോയിട്ട് വെക്കുകയാണ്. അതും ഇതും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കുറെ പോൺ വീഡിയോസ് എടുത്ത് കട്ട് ചെയ്ത് അതിവിടെ കൊണ്ടുപോയി വെക്കുകയായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പൊ ഇതിനകത്താണെങ്കിൽ പോലും കുറെ സ്ത്രീകൾ പുരുഷന്മാർക്ക് മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ ആവർത്തിച്ച് സിനിമയുടെ അവസാനം വരെ ഇതേ സാധനം തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർക്കും തോന്നില്ല ഇത് എന്തിനാ പറഞ്ഞു വെച്ചെന്ന്. അപ്പൊ ഇതിനകത്ത് പറയാൻ വിചാരിച്ച ആശയം വന്നിട്ടുമില്ല. എന്ന് വിപ്ലവാത്മകമായിട്ടുള്ള എന്തോ പറഞ്ഞ സംതൃപ്തി സംവിധായകന് തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ്, കഥാപാത്രങ്ങൾക്കൊന്നും ഒരു ഡെപ്ത് ഇല്ല. അവരുടെ ഒരു ഇന്നർ വേൾഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് കാണിക്കുന്നില്ല. കോൺഫ്ലിക്റ്റ് കാണിക്കുന്നില്ല. കോൺഫ്ലിക്റ്റ് ഒന്നും കാണിക്കാണ്ട് കഥാപാത്രങ്ങളെ, ലേഡീസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കാണിക്കാണ്ട് പുരുഷന്മാരുടെ ഫാന്റസി മാത്രമായിട്ട് കാണിച്ചു പോയി കഴിഞ്ഞാൽ കഥാപാത്രങ്ങളിലേക്ക് നമുക്ക് അടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് വല്ലാണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള യൂണിസെക്സ് പാൽ വർക്കുന്ന ലേഡീസ്. അവര് എന്റെ അഭിപ്രായത്തിൽ ഈ സ്ത്രീകള് രഹസ്യമായിട്ട്, അതായത് സമൂഹം അറിയാത്ത വിധത്തിൽ രഹസ്യമായിട്ട് അതിനകത്ത്, ഈ കഥയ്ക്കകത്ത്, സിനിമയ്ക്കകത്ത് ഇവര് പുരുഷന്മാർക്ക് മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്നൊക്കെയുണ്ട്. അപ്പൊ അത് രഹസ്യമായിട്ട് ചെയ്യുന്നുവെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. നിയമവിരുദ്ധമല്ല എങ്കിൽ അവർക്ക് രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ നിയമവിരുദ്ധമായിട്ട് ചെയ്യുന്ന അത്തരം ആക്ടിവിറ്റീസിനെ പോലും ഇതിനകത്ത് വല്ലാണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് അത്രയ്ക്ക് ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അത്ര രഹസ്യമായിട്ട് ചെയ്യുന്നെങ്കിൽ അതിനത്രയും ഗ്ലോറിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി, പുരോഗമനം കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് പ്രശ്നമായിട്ട് വരുന്നത്. കഥാപാത്രങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല അവരുടെ ലൈഫിൽ, കഥകളില്ല, അവർക്കൊന്നും പറയാനില്ല. കുറെ ഫാന്റസീസ് ആണ് പുരുഷന്മാരുടെ. എന്നിട്ട് അവസാനം എന്തൊക്കെയോ പുരോഗമനം കാണിക്കാൻ വേണ്ടി കാണിച്ച് സിനിമ അവസാനിപ്പിച്ചു.
അത്രയാണ് വരുന്നത്. സോ ഈ സിനിമ കഥ കാര്യങ്ങൾ ആ ശ്രമം മൊത്തം പരാജയപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമായിട്ട് തോന്നിയത് ഇതിനകത്ത് അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല പോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഒക്കെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ മേജർ രവി, അതുപോലെ ദിനേശ് പ്രഭാകരൻ, അലക്സാണ്ടർ പ്രശാന്ത്, അതുപോലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം അവരുടെ ഭാഗം ഏറ്റവും രസകരമായിട്ട്. അപ്പൊ ഞാൻ എല്ലാ പ്രാവശ്യവും എല്ലാ റിവ്യൂസിലും എടുത്തെടുത്ത് പറയുന്ന കാര്യമാണ് ഈ അലക്സാണ്ടർ പ്രശാന്ത് എന്ന് പറയുന്ന ആക്ടറൊക്കെ വളരെയധികം കഴിവുള്ള ഒരു നടനാണ്. കൂടുതൽ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന നടനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊക്കെ ഇപ്പൊ പ്രകമ്പനം സിനിമ കഴിഞ്ഞ് നേരെ ഈ മൂവിയിലേക്ക് വരുന്ന സമയത്ത് എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് സ്റ്റൈലാണ് കാണുന്നത്. ദിനേശ് പ്രഭാകരൻ, മേജർ രവി ഒക്കെ അവരുടെ ആ ഒരു ഇമേജ് പോലും നോക്കാണ്ട് അവർ ആ കഥാപാത്രം ചെയ്തു എന്നൊക്കെയുള്ളത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വിനീത് തട്ടില്, പുള്ളിക്കാരന്റെ ക്യാരക്ടർ വളരെ രസകരമായിട്ട് പുള്ളിക്കാരന്റെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാട്ടോ, ഇതൊന്നും സിനിമയ്ക്ക് കഥയും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലെങ്കിലും വന്നു പോയിട്ടുള്ള എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള രസകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. കഥയാണ് ഇതിനകത്ത് ഇല്ലാത്തത്. പറയാൻ ഉദ്ദേശിച്ച ഐഡിയോളജി എന്താണോ അതാണ് ഇവിടെ വർക്കാവാതെ പോയിട്ടുള്ളത്. അതേപോലെ തന്നെ ലേഡീസിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ശ്രുതി മേനോൻ, രാധിക കൃഷ്ണൻ, പൂജിത മേനോൻ ഇവരൊക്കെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് രാധിക കൃഷ്ണനൊക്കെ ആ കഥാപാത്രം വളരെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രുതി മേനോന്റെ ക്യാരക്ടർ അത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ കാണിക്കാൻ വേണ്ടി കാണിച്ചതുപോലെ പുള്ളിക്കാരുടെ പെർഫോമൻസ് ഒക്കെ നല്ലായിരുന്നു. പക്ഷെ കഥാപാത്രത്തിന് ഒരു ഡെപ്തും ഇല്ല. സോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ കപടത കാണിക്കാൻ എന്നുള്ള ഒരു ടാഗോട് കൂടി ഇവിടുത്തെ മലയാളികളുടെ ഒരു ലൈംഗിക ദാരിദ്ര്യത്തെ ഡയറക്ടർ നല്ലപോലെ ചൂഷണം ചെയ്തു എന്നാണ്. ഒരു ധീരോദാത്തമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് സിനിമയെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു ഭയങ്കര മികച്ച രീതിക്ക് അല്ലെങ്കിൽ മികച്ചൊരു ശ്രമമായിട്ട് സിനിമയെ പറയാൻ പറ്റുന്നില്ല. സംവിധായകന്റെ കുറെ ഫാന്റസീസ് കാണിച്ചുകൊണ്ട് ഞാൻ പുരോഗമനം പറയുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തൊരു സിനിമയായിട്ട് മാത്രമാണ് എനിക്ക് പേഴ്സണലി ഇതിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. ഓർഗാനിക് ആയിട്ട് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്ത് കുറേ സമയം, എനിക്കൊന്നൊരു 3/4 മണിക്കൂറിനടുത്ത് മൊത്തം അടുക്കള പണിയാണ് കാണിക്കുന്നത്. ആ പൊളിറ്റിക്സ് ആ സിനിമയ്ക്ക് അവിടെ ആവശ്യമായിരുന്നു. അത് വളരെ ഓർഗാനിക് ആയിട്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. സിനിമയെ തുടക്കം തൊട്ട് അവസാനം വരെ മസാജ് ചെയ്യുന്നു, മാസ്റ്റർബേറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഓർഗാനിക് ആയിട്ടല്ല, അത് ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഈ പറയുന്ന പൊളിറ്റിക്സ് പറയാൻ വേണ്ടി പറഞ്ഞതുപോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാത്തിലും ഉപരി ഇതിനകത്ത് സ്പാ വർക്കേഴ്സ് ആയിട്ടുള്ള ലേഡീസ് അവർ ഈ പറയുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്തും സംവിധായകൻ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പുരോഗമനം കാണിക്കാൻ വേണ്ടി അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഡിയൻസിലേക്ക് എത്തില്ല. പക്ഷെ നേരെ മറിച്ച് ആ സ്ത്രീകൾ അതിൽ ഓക്കെ ആണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടണം, അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ ഒരു ജീവിത പശ്ചാത്തലം എന്താണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടണം. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവർ ഇതിലേക്ക് പോയി പെട്ടതെന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണ് പോയി പെട്ടു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓഡിയൻസിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ക്യാരക്ടേഴ്സ് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. അല്ലാണ്ട് ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംവിധായകന്റെ പുരോഗമനമായിട്ടുള്ള ശ്രമമായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് സ്വരൂപ് ഫിലിപ്പാണ്. സീരിയസ്ലി ക്യാമറ വർക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ലൊക്കേഷൻ വേറെ അധികം ചേഞ്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. റൂമുകൾക്കുള്ളിലാണ് സംഭവങ്ങൾ വരുന്നതെങ്കിലും ആ സ്പാ, ആ ഒരു മസാജ് സെന്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ, ആ ഒരു മൂഡിലേക്ക് ഓഡിയൻസിനെ എത്തിക്കാനും മടുപ്പില്ലാത്ത രീതിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ കൊണ്ടുപോകാനൊക്കെ ക്യാമറ വർക്കിന് സാധിച്ചിട്ടുണ്ട്. നല്ല വർക്കാണ് സ്വരൂപ് ഫിലിപ്പിന്റെ. അതേപോലെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് മനോജാണ്. രസകരമായിട്ടുള്ള രീതിക്ക് ഈ പറയുന്ന ഒരു വർക്കിനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കഥയൊന്നും ഇല്ലെങ്കിലും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് ആ ഒരു ഫ്ലോ ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. സോ അതൊക്കെ ടെക്നിക്കലി വരുന്നുവെങ്കിലും സംഗീതമെല്ലാം ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നന്നായിട്ട് ചെയ്തുവെങ്കിലും ഇതിനകത്ത് പറയാൻ ഉദ്ദേശിച്ച ആശയം കൃത്യമായിട്ട് എത്തിയില്ല. പറയാൻ വേണ്ടി പുരോഗമനം ചെയ്തു വെച്ചു എന്നാണ് എന്റെ മൊത്തത്തിലുള്ള ഒരു അഭിപ്രായമായിട്ട് വരുന്നത്.